ദൈവമേ, എന്റെ സ്കൂട്ടർ അവിടെ പോയി. സത്യം പറ, നീ വല്ലവർക്കും വിറ്റോ? ഇല്ലടി, അതാ ഷോപ്പിംഗ് മോളിലെ പാർക്കിങ്ങിലുണ്ട്. നാളെ പോയി എടുക്കാം. അതെങ്ങനെയാ? അതെടുക്കാൻ പോയപ്പോഴല്ലേ ആ ഷീലാപ്പോള് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് വീണത്. ഹോ, എന്തെല്ലാം സ്വപ്നങ്ങളൂടെയാണ് ഞാൻ ആ മദാലസെ പൊക്കിയെടുത്തത്. ഷീലാപ്പോൾ വ്യവസായ പ്രമുഖൻ പോൾ ആംബ്രോസിന്റെ ഭാര്യ, സിറ്റിയിലെ വൻകിട വനിതാ വ്യവസായ പ്രമുഖ, പണക്കാരി, ഗ്ലാമർ താടക. അവളെ വിചാരിച്ചാൽ എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാതിരിക്കോ? അവളുടെ ഒരു പ്രഷർ കുക്കറും ചീനച്ചട്ടി. ബോധം വീണപ്പോ അവൾ എന്നെ മരുന്ന് പോയിന്ന്. മറന്നുപോയെങ്കിൽ നമ്മളത് ഓർമ്മിപ്പിക്കണം. ഓർമ്മിപ്പിക്കണം അല്ലേ? ജോലി അല്ലേ? അതെ. മാഡം റൈറ്റ് ഹാൻഡ്. ഓക്കെ മാഡം. താങ്ക് യു. തരാം. മാഡം, ജോലിയുടെ ഒരു നേച്ചർ. +2 ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ടാലി, ഡേറ്റ എൻട്രി, അക്കൗണ്ടിങ് അതൊക്കെ അറിയാം. പിന്നെ ഫാദർ ഷെയർ ബ്രോക്കർ ആയിരുന്നതുകൊണ്ട്. ഇങ്ങനൊരു ഇൻഫോർമൽ സംസാരം കൊണ്ട് മാത്രം ജോലിയുടെ നേച്ചർ തീരുമാനിക്കാൻ പറ്റില്ല. ജോലി തരാം, ബട്ട് വളരെ സീരിയസ് ആയ ജോലിയാണ്. എനിക്ക് നിങ്ങൾ ആപ്റ്റാണെന്ന് തോന്നിയാൽ ഐ വിൽ ഗിവ് യു 500 rupees per day. 500 rupees per day? ദിവസക്കൂലിയാണോ? അക്കൗണ്ടൻസി അറിയാമെന്നല്ലേ പറഞ്ഞേ? 500 into 30 എത്രയായി? 500 into 25 അല്ലേ? സൺഡേ ഒഴിവല്ലേ? ഹൂ ടോൾഡ് യു? ഞായർ അവധിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞോ? ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. പറഞ്ഞില്ല. സൺഡേ വർക്കിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ല. 5 into 3 15. Wow, 15,000 per month. BCA MCA ഒക്കെ പാസ്സായവർക്ക് തന്നെ കഷ്ടിച്ച് 10,000 rupees ആണ് സിറ്റിയിൽ ശമ്പളം. അറിയാം മാഡം, താങ്ക്സ്. 1:30-ക്കല്ലേ ക്ലാസ് കഴിയുന്നത്? അതെ. 2 മുതൽ രാത്രി 8 വരെയാണ് ജോലി. വൈകിയെത്തിയാൽ ഹോസ്റ്റലിൽ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഇല്ല, കമ്പനി വക അക്കോമഡേഷൻ കിട്ടിയിരുന്നെങ്കിൽ. അല്ല, 8 മണി കഴിഞ്ഞുള്ള ഹോസ്റ്റൽ യാത്ര ഒഴിവാക്കായിരുന്നു. ഈ ജോലിക്ക് അക്കോമഡേഷൻ തരാൻ പറ്റില്ല. വേണ്ട വേണ്ട, ഹോസ്റ്റൽ മതി. ഞാൻ എന്നാ ജോയിൻ ചെയ്യണ്ടേ? തീരുമാനിച്ചില്ല. എപ്പോ തീരുമാനിക്കും? അറിയിക്കാം. എന്താണ് അവൾക്ക് ഇത്ര ജാട? അലവലാതി. എന്താണ് ജോലി, ഏതാണ് ജോലി, എല്ലാം സസ്പെൻസാ. 500 ഗുണം 30. അവളെന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുക. ഇടി, പീഡനങ്ങളുടെ ഒക്കെ കാലമാണ്. അവള് വല്ല വശപ്പിശക്ക് ലൈനാണോ? ലെസ്ബിയൻ? സാധ്യതയുണ്ട്. നിനക്കൊരു മാൻലി ലുക്ക് ഉണ്ടല്ലോ. സ്മാർട്ട് സിറ്റി, ആന, ചേന എന്നൊക്കെ പറയുന്നതല്ലാതെ ജോബ് മാർക്കറ്റിൽ കമ്പ്യൂട്ടറുകാരുടെ ഡിമാൻഡ് അനുനിമിഷം കുറയാണ്. എന്നാലും പാർട്ട് ടൈം ജോലിക്ക് മാസം 15,000 എന്ന് പറയുമ്പോ ഇത്തിരി കൂടുതലല്ലേ? പറഞ്ഞു വരുമ്പോ അത്ര പാർട്ട് ടൈമും അല്ല. 2 to 8, 6 hours. അതെങ്ങനെ പാർട്ട് ടൈം ആകും? എന്നാലും ശമ്പളം പ്രതീക്ഷയ്ക്ക് മുകളിൽ തന്നെയാണ്. എന്തോ ഒരു തിരിമറി അവളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ലടി. നിന്റെ ഇല്ലായ്മകൾ കണ്ട് ദൈവം ഒരു വഴി കാണിക്കുന്നതായിരിക്കും. ഹേ, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം അത്ര ഡീസൻ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങളെങ്ങനെ തെണ്ടുകളാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്റെ അപ്പം പൊളിയാതെ നിന്നിരുന്നെങ്കിൽ ഷീലയും അവളുടെ കെട്ടിയോനെ ഞങ്ങൾ ശമ്പളക്കാരാക്കിയേനെ. 2-നും 10,000 rupees per month സാലറി. എന്നിട്ട് ഞാൻ പറയും, ഗുൺകടി 10,000 2 കൊണ്ട് ഗുൺകടി ചട്ടുകാലിന്ന്. ഒരു ജോലിയും ശമ്പളവും എനിക്ക് ആവശ്യമായി പോയി. അല്ലെങ്കിൽ അവളുടെ മറ്റേ കാലം കൂടി ഞാൻ തല്ലി ഓടിച്ചേനെ. ആ ബസ് ഡ്രൈവർ ആയിരിക്കും. ഞാൻ പനിയായിട്ട് കിടക്കുക. ഉന്നോടെ മൂത്രപ്പേരെ വച്ചേക്കാൻ പറ. ഇത് അയാളല്ലടി, ഏതോ അലവലാതിയാ. ആരെ അലവലാതി? ഓ മൈ ഗോഡ്, അത് ഷീലയാണ്. അയ്യോ, ഷീലയോ? അന്നേരത്തെ കളിക്ക് ഞാൻ അങ്ങനെ പേര് സേവ് ചെയ്തത്. അലവലാതി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. നൈസ് ടു ഹിയർ ഫ്രം യു. യെസ് മാഡം. യെസ് മാഡം. ഇന്റർവ്യൂ നാളെ 10 മണിക്ക്. ഷീല മാഡത്തിന് ക്യാബിനൊന്ന് കാണിച്ചു. ശരി സർ. മാഡം പ്ലീസ്.
ജീലു എബ്രഹാം. യെസ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ല, എഴുന്നേൽക്കാനും പറഞ്ഞില്ല. സിറ്റ് ഡൗൺ. സോറി മാഡം. അവർ ശീലമൊന്നും അല്ലടി, സാക്ഷാൽ ജൂലിയോ റോബോട്ട്സ്. നീ അവരുടെ ഓഫീസ് ഒന്ന് കാണണം. ഇവിടെ ഒരു പ്യൂണിന്റെ പണി കിട്ടിയാലും ഞാൻ ചെയ്യും. അവരെവിടെ? ടോയ്ലറ്റിൽ പോയി. ഞങ്ങള് ലഞ്ചിന് വെളിയിൽ പോവാ, താജില് ബുഫേ. എന്താടി ജോലി? അതുമാത്രം പറഞ്ഞില്ല. നിന്റെ സംശയം ശരിയാണോടി? പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന നിന്നെ പോലൊരു വെടക്കിന് താജിൽ ബുഫേ. എന്താടി ഇത്? വലിയാണോ? അത് വേണ്ട, പക്ഷെ ഒന്ന് സൂക്ഷിച്ചോ. ഉം. സ്പൂണും ഫോക്ക് ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കാറില്ല, പക്ഷെ അറിയാം. Then use it. Don't make noise. സോറി. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. ആര് പഠിപ്പിച്ചു? വീട്ടില് വണ്ടി ഉണ്ടായിരുന്നു. ഹമ്പടി, വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് മൈൻഡ് ചെയ്തില്ലല്ലേ? ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ടൊയോട്ട ക്യാമറ ആയിരുന്നു ഫാദറിന്റെ വണ്ടി. Trying to impress me. ക്ഷമിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ആരാണെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഫാദറാണ് പഠിപ്പിച്ചത്. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്, ഇന്റർനാഷണൽ ലൈസൻസ്. എറണാകുളം RTO. പണ്ട് ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു. സോറി മാഡം. ജോലിയുടെ ഭാഗമായി ചിലപ്പോൾ വണ്ടി ഓടിക്കേണ്ടി വരും. അതിനു പക്ഷേ പ്രത്യേക ശമ്പളമൊന്നും ഉണ്ടായിരിക്കില്ല. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോലി, ഔട്ട്ഡോർ സെയിൽസ്. അത് ആംബുലൻസ് ആണ്. സോ വാട്ട്? സിസ്റ്റർ കാർല, ഞാൻ ഷീല പോൾ. ഇവിടെ ക്യാബിൻ്റെ പുറത്ത്. ശരി. ടോമി പഠിക്കുന്ന സ്കൂളാണിത്. ടോം പോൾ എൻ്റെ മകൻ. ജീലു അറിയും. സ്പോയിൽഡ് ബ്രാറ്റ്. സത്യം. എന്ത്? സ്പോയിൽ ബ്രാറ്റ്. സത്യം. 100% ശരിയായ പദപ്രയോഗം. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇതാരേ കുട്ടി? ഞാൻ ജീലു എബ്രഹാം. ടോമിൻ്റെ പുതിയ ട്യൂഷൻ ടീച്ചറാ. കെയർടേക്കർ, ഗൈഡ്. കണ്ടോളൻസ്. അമ്മയും ടീച്ചറും ഒന്ന് വരൂ. മകന്റെ ഇന്നത്തെ വിശേഷങ്ങൾ അറിയണ്ടേ? നിങ്ങൾ അകത്തേക്ക് വന്നപ്പോ പുറത്തേക്ക് ഒരു ആംബുലൻസ് പോകുന്നത് കണ്ടായിരുന്നോ? കണ്ടു. ഞങ്ങളുടെ കാരണം മുട്ടിയനെ. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഷീല പോൾ ആ പേര് പറഞ്ഞ നന്നായി. ഈ കുപ്പായി ഇട്ടുകൊണ്ട് എനിക്ക് ആ പേര് പറയാൻ പറ്റില്ലല്ലോ. സഭാസ്ഥാപനം, കോർപ്പറേറ്റ് മാനേജ്മെന്റ്, അങ്ങനെ ഒരു പ്രിൻസിപ്പളിന് പല പരിമിതികളും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലരോട് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞേനെ. എന്താണ് സംഭവിച്ചത് സിസ്റ്റർ? നിങ്ങൾ ആ സീസോ കണ്ടോ? സാധാരണഗതിയിൽ ആ സീസോയിൽ നിന്ന് പിള്ളേര് വീഴാൻ സാധ്യതയുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. തോന്നണ്ട, ഇല്ല. പക്ഷേ ആ സീസോയിൽ നിന്ന് 3 പിള്ളേരിന്ന് തലയടിച്ച് വീണു. അവരെയും കൊണ്ട് പോയതാ ആംബുലൻസ്. ആ കൂട്ടത്തിൽ തൊമ്മിയുണ്ടോ? തൊമ്മിയാണോ തള്ളിയിട്ടത്?
ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയുടെ ആഴവും പരപ്പും കഠിനതയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഗുഡ്. തൊമ്മി തന്നെ. എന്നിട്ട് തൊമ്മി എവിടെ? ഞങ്ങൾ അവനെ ട്രീറ്റ്മെന്റ് റൂമിലിട്ട് പൂട്ടിയിരിക്കുക. ആ കുട്ടിക്ക് എന്താ പറ്റിയത് ഷീലാപ്പോൾ? 2 മാസം മുമ്പ് വരെ ഈ സ്കൂളിന്റെ ഓമനയായിരുന്നു അവൻ. പഠിക്കാൻ മിടുക്കൻ, സ്പോർട്സിലും ഗെയിംസിലും മിടുക്കൻ. ടീച്ചേഴ്സിനോടും മറ്റുള്ള കുട്ടികളോടുമുള്ള അവന്റെ പെരുമാറ്റം ഈ സ്കൂളിന് തന്നെ മാതൃകയായിരുന്നു അവൻ. അവൻ എന്താണ് പറ്റിയതെന്ന് എനിക്കും അറിയില്ല. പക്ഷെ അവൻ വീട്ടിലും പുറത്തുമൊക്കെ വീട്ടിലെയും പുറത്തെയും വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് ഷീലാപ്പോൾ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സിസ്റ്റർ. ഓ, അങ്ങനെ ചാടിക്കേറി കടുത്ത തീരുമാനങ്ങൾ എടുത്ത് ജീവിതം കുഴപ്പത്തിലാക്കല്ലേ കുട്ടി. അവന്റെ ടീച്ചേഴ്സിന് ഷീലാപ്പോളിനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. കാത്തിരിക്കുക എല്ലാവരും. ആ, താനും വരൂ. ഞങ്ങൾ എന്താ വേണ്ടത്? ടോം പോൾ ഇനി ഈ സ്കൂളിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സ്ട്രോങ് റീസൺ വേണം. ഇപ്പോഴുള്ളതൊന്നും പോരാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. Who are you? ജിലു, ക്വയറ്റ്. സിസ്റ്റർ, നമുക്ക് സിസ്റ്ററിന്റെ റൂമിലേക്ക് പോയാലോ? ഒരു പുതിയ സ്കൂൾ ബസ്സും കൂടെ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. പല സ്കൂളുകളിൽ ഇപ്പോൾ AC ബസ്സുകളാ. ഐ പ്രിഫർ ദാറ്റ്. അമൗണ്ട് ചെയ്തിട്ടില്ല. ഇറ്റ്സ് അപ് ടു യു. ഈ ഷീലാമ്മയുടെ ഒരു കാര്യം. മാഡം, മാഡം വിഷമിക്കണ്ട. ഇതൊരു പ്രായത്തിന്റെ ഫ്ലക്ച്വേഷൻ എന്നല്ലാതെ ബേസിക്കലി അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത് ശരിയാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗ? അത് ഐ ക്യാൻ. അത്രേ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ഇവനെ സംബന്ധിച്ച് അടിമുടി ഒരു ക്യാരക്ടർ ചേഞ്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. മാനേജ്, ജസ്റ്റ് മാനേജ് കുറച്ചു കാലത്തേക്ക്. കൊച്ചുകുട്ടിയല്ലേ, എന്തോ എവിടെയോ ചിലത് അവന് വേദനിക്കുന്നു. അതെന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹാരം ചെയ്താ ഹീൽ ബി ഓൾ റൈറ്റ്. നല്ല കുട്ടിയാണ് അവൻ. എന്തൊരു ഇന്നസെന്റ് ഫീച്ചേഴ്സ് ആണ് അവന്റെ. ക്യൂട്ട്. പന്നി കുട്ടി കുറുങ്ങാലെ നിന്നെ കുഴപ്പമില്ല. ഞാൻ ഡ്രൈവ് ചെയ്യണോ? വേണ്ട. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഇവിടെ തൊമ്മിയുടെ പുതിയ ട്യൂഷൻ ടീച്ചറാണ്. കെയർടേക്കർ. 2 മണിക്ക് തൊമ്മിയെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്ത് 2:30 ഇവിടെ എത്തും. തൊമ്മിയുടെ പഠനം, ആഹാരം, കളി തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം ഇനി ഇവിടെ നോക്കും. രാത്രി 8 മണിയോടെ മടങ്ങിപ്പോവും. ജീലു. യെസ് മാഡം. സോറി മാഡം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. പക്ഷെ ജോലിക്കാർ തമ്മിൽ പേഴ്സണൽ റിലേഷൻസ് എന്റർടൈൻ ചെയ്യുന്ന ആളല്ല ഞാൻ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്. I'm G. എന്തോന്ന് ചേച്ചി ഇത്?
കുക്കറി ഷോയോ? ചൈനീസ്, പിസ്സ, ഇറ്റാലിയൻ, എന്തെങ്കിലും മത്സരം ഉണ്ടോ? ആ കുരുത്തം കെട്ട ചെറുക്കനുണ്ടല്ലോ തൊമ്മി, അവൻ ഏത് നേരം എന്ത് ചോദിക്കുമെന്ന് ആർക്കറിയാം. എല്ലാം പുഴുങ്ങി ഹാഫ് കുക്കാക്കി വെച്ചേക്കാനാ ഷീല മാഡം പറഞ്ഞിരിക്കുന്നേ. ചോദിക്കുമ്പോ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ അവൻ ഈ വീടെടുത്ത് തിരിച്ചു വെക്കും. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നതാണല്ലോ ഷീല മാഡം പറഞ്ഞത്. ഇപ്പൊ എന്താ ഇങ്ങനെയായത്? അതിരിക്കട്ടെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ജാനു? നാരായണി. ഏ? നാരായണി, നാണീന്ന് വിളിക്കും. ആ വീട്ടിലാരാ താമസിക്കുന്നേ? അവിടെ ആരും ഇല്ല. ഞാനൊരാളെ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. പെണ്ണുങ്ങൾ ആരും ഇല്ലെന്നാ പറഞ്ഞത്. പെണ്ണുങ്ങളെ ആർക്ക് വേണം? അതൊരു അമേരിക്കക്കാരനാ. പെണ്ണുങ്ങളില്ലാത്ത അമേരിക്കക്കാരനോ? അവനീ കൊച്ചിയിലെന്ത് കാര്യം? അപ്പനും അമ്മയും അമേരിക്കയില്, അവനിവിടെ ഒറ്റയ്ക്കാ. പഠിക്കുന്നോ ജോലിക്കാരനോ? രണ്ടുമില്ല, ചുമ്മാ നടക്കുന്നു. ഭാഗ്യവാൻ. അപ്പോഴേ ചേച്ചിമാരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ചീള് തൊമ്മിക്കുഞ്ഞിനല്ല അവൻ്റെ തന്തയെ വരെ മാനേജ് ചെയ്യാം. അതിന് തന്ത വേൾഡ് ടൂറിലല്ലേ. ഞാനിവിടെ വന്നിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങളാരും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങേരെ കണ്ടല്ലോ 2 ആഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച്. അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ദേ കൊച്ചെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവനുണ്ടല്ലോ ആ തൊമ്മിക്കുഞ്ഞ്, ആ പന്ന ചെറുക്കനെ നിനക്കെന്നല്ല ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ വന്ന് നമ്മളെ തല്ലിയാലും ശിക്ഷ നമുക്കാ. ഗതികേട് കൊണ്ടും നല്ല ശമ്പളം കിട്ടുന്നോണ്ടും ഞങ്ങളൊക്കെ ഒന്ന് പിഴച്ചു പോകുന്നു. നിനക്ക് ഇവരെ സഹിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, നീ ഏതാണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ കൊച്ചല്ലയോ? ആയിരുന്നു. ഇപ്പോഴോ? നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്ത് ഭേദം. ടീച്ചറെ, മാഡം അന്വേഷിക്കുന്നു. അല്ല, ആ മെയിൻ ഗേറ്റിലെ വാച്ച്മാൻ്റെ പേരെന്താ? എബ്രഹാം. അവറാച്ചനെന്ന് വിളിക്കും. നൈസ് നെയിം. ചേച്ചി, ഓ, അതേതാ പുതിയ കൊച്ച്? വനിതാ ഡ്രൈവറാ? ടീച്ചറാ, MA കാരിയാ. MA കാരിയോ? എനിക്ക് വേണ്ട. ആയിരിക്കത്തില്ല. എന്തോന്ന്? അല്ല, ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞതാ. ഞാനിങ്ങനെ കല്യാണം ആവാൻ മൂത്ത് തരച്ചു പോകത്തേ ഉള്ളൂ. എന്റെ ഒരു തലവിധി. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഓ,